നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നം അഥവാ ഗൗട്ടി ആർത്രൈറ്റിസിനെ കുറിച്ചാണ്. ആയുർവേദത്തിൽ ഇതിന് വാതരക്തം എന്നാണ് പറയുക. ഈ ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാരണങ്ങളും ചികിത്സയും ലക്ഷണങ്ങളും ഒക്കെ വിശദമായി നമ്മളോട് സംസാരിക്കുന്നത് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേർന്നാണ്. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ റോസ്മേരി വിൽസൺ, ആദ്യം താങ്കളോടാണ്. മാം, എന്താണ് ഗൗട്ടി ആർത്രൈറ്റിസ്? എന്താണ് ഈ ഒരു ആരോഗ്യ പ്രശ്നം? എങ്ങനെയാണോന്ന് വിശദമാക്കുക. ഇന്ന് ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ എല്ലാവരുടെയും ഏജ് പ്രായഭേദമന്യേ എല്ലാവരുടെ ഇടയിലും കാണുന്ന ഒരവസ്ഥയാണ് ഈ ആർത്രൈറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. അസ്ഥിസന്ധികൾക്ക് വരുന്ന വേദനയും പിടുത്തവും, അല്ലെങ്കിൽ സ്മോളർ ജോയിൻസിന് വരുന്ന വേദന, അങ്ങനെ പല വിധത്തിലുള്ള ആർത്രൈറ്റിക് ചേഞ്ചസ് ഉണ്ട്. അതിൽ നിന്ന് ചെറുപ്പക്കാരിലും മുതിർന്നവരിലും ഒരേപോലെ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാതരക്തം എന്ന് പറയുന്ന അവസ്ഥ. ഇത് പ്രധാനമായിട്ട് നമ്മുടെ ആഹാരവിഹാര ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരപ്രകൃതിക്കും കാലത്തിനും അതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും പറ്റാത്ത രീതിയിലുള്ള ആഹാരശീലങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ രക്തദുഷ്ടി ഉണ്ടാവുകയും എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ധാതു പരിണാമം സംഭവിച്ചിട്ടാണ് നമ്മുടെ ഗ്രോത്തിനും ആരോഗ്യത്തിനും ഒക്കെ കാരണമാകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ രൂക്ഷതയുള്ളതും ശരീരത്തിൽ രൂക്ഷ സ്വഭാവത്തെ ഉണ്ടാക്കുന്ന വിദാഹികൾ അല്ലെങ്കിൽ അമ്ലത്വം കൂടിയത്, സ്പൈസി ആയിട്ടുള്ള അങ്ങനത്തെ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക, ആഹാരത്തിൽ വരുന്ന ചേഞ്ചസ്, അങ്ങനെയൊക്കെ കൊണ്ട് രക്തം അധികമായിട്ട് ദുഷിക്കുകയും അത് ശരീരത്തിൽ സ്രോതോരോധത്തെ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി ഇതിനോടനുബന്ധമായിട്ട് തന്നെ നമ്മൾ അതിയായിട്ടുള്ള ശീത സ്വഭാവമുള്ളതും അല്ലെങ്കിൽ വാദവൃദ്ധിക്ക് കാരണമാകുന്ന രീതിയിലുള്ള ആഹാരശീലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അത് വാദത്തെ കൂടെ കോപിപ്പിച്ചിട്ട് വാതരക്തം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതെപ്പോഴും സ്രോതസ്സിന് രോധം അല്ലെങ്കിൽ രക്ത കുഴലുകളിൽ ചെറിയ രീതിയിലുള്ള അതിൻ്റെ വേണ്ട രീതിയിലുള്ള പോക്കിനെ സ്രോതോരോധം വരുത്തി തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് അത് പല രീതിയിലുള്ള ലക്ഷണങ്ങളും വേദനകളും നമ്മുടെ ശരീരത്തിൽ പ്രകടമാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വാതരക്തം. അപ്പം നമ്മൾ പുറത്ത് കാണുന്ന പോലെ ബോഡ്ലി ആയിട്ടുള്ള വേദനകൾ അല്ലെങ്കിൽ അതൊരു ആർത്രൈറ്റിക് ചേഞ്ച് ആയിട്ട് മാത്രം കണക്കാക്കുന്നതുകൊണ്ട് അതിൻ്റെ ചികിത്സയിൽ തന്നെ വളരെയധികം വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ കാരണം കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതിന് ചികിത്സ കൊടുക്കാനായിട്ട്. മാം, ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ചില ആഹാരങ്ങൾ ആണ് ഇതിന് പ്രധാന ഒരു കാരണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഗൗട്ടിന് കാരണമാകുന്ന ഈ ആർത്രൈറ്റിസിലേക്ക് നയിക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണ്? അതിലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വിരുദ്ധാഹാരങ്ങൾക്ക് വളരെയധികം പ്രസക്തി ഈ കാര്യത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം പാല്, മാംസം, ഇതായിട്ടുള്ള വിദാഹികളായിട്ടുള്ള സാധനങ്ങൾ സംയുക്തമായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തൈരും മാംസവും ചേർത്ത് ഉപയോഗിക്കുക, തേനും നെയ്യും ഒക്കെ സമമായിട്ട് ചേർത്ത് ഉപയോഗിക്കുക. അങ്ങനെ ഉൾപ്പുഴുക്കുണ്ടാക്കുന്ന വിദാഹികളുമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ, ഒരു ദിവസം കഴിച്ചിട്ടല്ല, കണ്ടിന്യൂസ് നമ്മൾ അങ്ങനത്തെ ആഹാരശീലങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ രീതിയിൽ നമ്മുടെ ബ്ലഡിൽ തന്നെ അതിൻ്റേതായ ചേഞ്ചസ് വരുത്തുന്നു. ഇനി അതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണിക്കുമ്പോൾ അസ്ഥിസന്ധികളിൽ വരുന്ന നീര്, വേദന, അതുപോലെ പുകച്ചിൽ മുതലായിട്ടുള്ള അവസ്ഥകൾ, സ്മോളർ ജോയിൻസിൽ വരുന്ന നീർക്കെട്ടും വേദനയും, അല്ലെങ്കിൽ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ വരുന്ന സ്റ്റിഫ്നെസ്, മോർണിംഗ് സ്റ്റിഫ്നെസ് പലരും പറയേണ്ട, കുറച്ച് നടന്നു കഴിയുമ്പോൾ അത് കുറയും. അല്ലെങ്കിൽ സ്മോളർ ജോയിൻസിന് വരുന്ന സ്റ്റിഫ്നെസ്, പുകച്ചിൽ, ഇതൊക്കെ ഇതിനോടനുബന്ധമായിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ്. നമുക്ക് ഒരു പ്രേക്ഷകരുടെ കോൾ ഉണ്ട്, ഡൽഹിയിൽ നിന്നാണ്. സംസാരിച്ചോളൂ. എന്റെ വൈഫിന്റെ കാലിന് നീരാണ്, കാലിന്റെ പാദത്തിൽ. എന്ത് പ്രായമുള്ള ആളാ? 52 വയസ്സ്. അപ്പൊ MRI എടുത്തപ്പം അത് നമ്മുടെ എന്നുവെച്ചാൽ അതിന്റെ അകത്ത് ഈ എന്ത് പറയുന്നത്, എന്തോ അകത്ത് എല്ലിനകത്തും ഉണ്ടെന്ന് പറയുന്നത്. ഈ
ഹലോ ഫസൈറ്റീസ് പോലെയാണോ? MRI എടുത്തപ്പോൾ പ്ലാന്റ് ഫസൈറ്റീസ് ആണോ? ആ പറഞ്ഞോളൂ. MRI എടുത്തപ്പോഴേ അപ്പൊ അത് നമ്മുടെ ഈ പഞ്ചസാരയുടെ അളവ് കൊണ്ട് അത് കൂടി അതിലെന്തോ ആയെന്ന് പറഞ്ഞ എല്ലിനകത്ത്. അങ്ങനെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞിരുന്നു. ഷുഗർ ഉണ്ടോ? ഷുഗർ ഉള്ള ആളാണോ? ഷുഗർ ഉണ്ട്. ആ ഷുഗർ കൊണ്ട് അത് ആ ഷുഗർ അടിച്ച് എല്ലിനകത്ത് അതുകൊണ്ട് തീരെന്ന് പറഞ്ഞത് MRI എടുത്തപ്പോ. ഹലോ, വേദനയോ പുകച്ചിലോ അങ്ങനെ ഉണ്ടോ? അത് വേദനയുണ്ട്, പിന്നെ പുകച്ചില് ഉണ്ട്, നീരുണ്ട് കാലയില്. ഷുഗർ നോക്കുമ്പോ എത്രയുണ്ട്? എന്തോ ഷുഗർ നോക്കുമ്പോ എത്രയുണ്ട്? ഷുഗർ ഇപ്പൊ കുറവാണ്. നേരത്തെ 240, 250, ഇപ്പൊ മിനിമം ഉള്ളു. അപ്പൊ കാലിൽ കഷായമായിട്ട് കഴിക്കാനായിട്ടേ പുനർനവാദി കഷായം വാങ്ങിക്കാം. പുനർനവാദി കഷായം, അതുപോലെ ബലാഗുളുച്യാദി കഷായം. ബലാഗുളുച്യാദി കഷായം അത് മിക്സ് ആക്കിയിട്ട് 15 മില്ലി 60 ml വെള്ളം ഒഴിച്ച് കഴിക്കാം. പിന്നെ ആ നീരുള്ളടത്ത് പുനർനവാദി ബലാഗുളുച്യാദി കഷായം. പിന്നെ അവിടെ കുറച്ച് ജഡാമയാദി ചൂർണം വാങ്ങിക്കുക. ജഡാമയാദി ചൂർണം അത് അരിക്കാടിയിൽ കുറുക്കി പേസ്റ്റ് ആക്കിയിട്ട് ആ നീരുള്ള ഭാഗത്ത് കെട്ടിവെക്കാം. ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് അറിയിക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ആക്കണം. പിന്നെ നിങ്ങൾ ഡൽഹിയിലായതുകൊണ്ട് ഇത് നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ ഡോക്ടർ പറഞ്ഞ ഇതനുസരിച്ച് ഷുഗർ കൺട്രോളാക്കാനും നോക്കാം. ഇതൊരു 2 ആഴ്ച ഉപയോഗിച്ചിട്ട് ഒന്ന് വിളിക്കുക കേട്ടോ. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. നമുക്ക് എറണാകുളത്ത് നിന്ന് സജികുമാർ എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. സജികുമാർ, സ്വാഗതം. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഹലോ മാഡം, എനിക്ക് കാലിന്റെ മുട്ടിന് താഴെ നല്ല വേദന, നടക്കാൻ തീരെ പറ്റുന്നില്ല. നടക്കുമ്പോ തീരെ വേദനയാ. എന്ത് പ്രായമുള്ള ആളാ? ഒരു 60 വയസ്സ് ജസ്റ്റ് കഴിഞ്ഞു. ഷുഗർ അങ്ങനെ വല്ലതും ഉണ്ടോ? ഷുഗർ ഇല്ല, പ്രഷറുണ്ട്. അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. മുട്ടിനാണോ വേദന അതോ കാഫ് മസിലിനാണോ വേദന? മുട്ടിന് താഴത്തേക്ക് മസിലിന് നടക്കുമ്പോ നടക്കാനൊക്കെ നടക്കുമ്പോ വല്ലാത്ത അസ്വസ്ഥതയാ. മുട്ടിന് താഴെ മസിലിനൊക്കെ നല്ല വേദനയാ. അപ്പൊ കാലില് പരത്താനായിട്ട് പ്രപഞ്ചന വിമർദ്ദനം എന്ന് പറഞ്ഞ കുഴമ്പ് കിട്ടും. പ്രപഞ്ചനം കുഴമ്പ്, പിന്നെ കർപ്പൂരാതി കുഴമ്പ്. അത് രണ്ടും കൂടെ ചൂടാക്കിയിട്ട് കാലില് പുരട്ടാം. എന്നിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാം. പിന്നെ ഷുഗർ. ഹലോ 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 കേൾക്കാമോ? കേൾക്കാം. ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാം. ഡയബറ്റിക് ആണോ? കേൾക്കാം. ബെലാരിഷ്ടം വാങ്ങിക്കുക. ബെലാരിഷ്ടം ബെലാരിഷ്ടം വാങ്ങിക്കുക. അത് 25 മില്ലി 2 നേരം കഴിക്കാം. ദശമൂലഹരീതകി എന്ന് പറഞ്ഞ ലേഹ്യം കിട്ടും. അത് 1 ടീസ്പൂൺ രാത്രി കഴിക്കാം. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളത്തിന്റെ കുറവുണ്ടായാലും വൈറ്റമിൻ ഡിയും കാൽഷ്യം ഒക്കെ കുറഞ്ഞാലും ഇങ്ങനെ മസിൽ ക്രാംസും മസിലിന് കഴപ്പും ഒക്കെ വരും. അപ്പൊ ഈ കുഴമ്പ് എല്ലാ ദിവസവും പുരട്ടി കുളിക്കുക. ഈ മരുന്ന് കഴിക്കുകയും ചെയ്യാം. എന്നിട്ടൊരു 3 ആഴ്ച കഴിച്ചിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് കാലടിയിൽ നിന്ന് ബൈജു എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. അപ്പൊ വൈഫിന് വേണ്ടിയാണ്. വൈഫിന്റെ കാലിന്റെ പാദത്തിനും മസിൽസുകൾക്ക് എപ്പോഴും ഭയങ്കര വേദന.
ഹലോ, എന്ത് പ്രായമുള്ള ആളാണ്? ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഒരു age എത്രയാ? 48 വയസ്സൊക്കെ. അപ്പൊ എപ്പോഴും വേദനയാണ്. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ അസുഖങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ യൂറിക് ആസിഡ് യൂറിക് ആസിഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോ യൂറിക് ആസിഡ് അല്ല. അപ്പൊ ഈ മസിലുകൾക്കും ഈ പാദത്തിനും ഭയങ്കര വേദനയാണ്. അത് എപ്പോഴും ഞാൻ ഈ എന്തെങ്കിലും ബാമൊക്കെ ഇട്ട് തിരുമ്മി കുറക്കേണ്ടി വരികയാണ്. അത് എന്തിന്റെ ആണെന്ന് അറിയില്ല. അതിന് എന്ത് ടെസ്റ്റ് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. അതിപ്പോ ഈ ആർത്രൈറ്റിസിന്റെ ഇത് നോക്കാം. പിന്നെ ഈ പറഞ്ഞോണം കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞാലും ഇതുപോലെ മസിൽസിന് വേദനയൊക്കെ വരും എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിക്കൽ കുറയുക അങ്ങനെയൊക്കെ വരുമ്പോൾ വാദപ്രകൃതമായിട്ടുള്ളവർക്ക് അങ്ങനെ വരാം. ഇപ്പം എന്തായാലും കുറച്ച് കുഴമ്പ് പുരട്ടി കുളിക്കുക. കാലിൽ പുരട്ടാനായിട്ട് കൊട്ടൻ ചുക്കാതി കുഴമ്പും കർപ്പൂരാതി കുഴമ്പും കൂടെ വാങ്ങിക്കുക. അത് ചൂടാക്കി പുരട്ടി ആവി പിടിക്കുക. പിന്നെ രാസ്നേരണ്ടാതി കഷായം വാങ്ങിക്കുക. അത് 15 മില്ലി 60 ml വെള്ളം ഒഴിച്ചിട്ട് 2 നേരം കൊടുക്കുക. ദശമൂല രസായനം 1 ടീസ്പൂൺ രാത്രി കൊടുക്കുക. പിന്നെ മുട്ടയും അതുപോലെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക. തണുപ്പുള്ള സാധനം ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തണുപ്പ് അധികം കഴിക്കാണ്ടിരിക്കുക. നമുക്ക് എപ്പോഴും തണുത്ത സാധനം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം നോർമലായിട്ടുള്ള വെള്ളം കഴിക്കുക, കുടിക്കുകയൊക്കെ ചെയ്യുക. തണുപ്പുള്ള സാധനങ്ങൾ കുറയ്ക്കുക. ഇത് 3 ആഴ്ച ചെയ്തിട്ട് വിളിക്കുക കേട്ടോ. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് അഥവാ വാതരക്തം എന്ന അസുഖത്തെക്കുറിച്ചാണ്. അതിൻ്റെ ചികിത്സയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുക. നമുക്കൊപ്പമുള്ളത് കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണ്. ഡോക്ടറെ, ഇനി നമുക്ക് ഗൗട്ടി ആർത്രൈറ്റിസിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയാം. അപ്പോൾ പല ഘട്ടങ്ങളായിട്ടുണ്ടായിരിക്കും. അസുഖത്തിൻ്റെ തുടക്കത്തിലുള്ള ചികിത്സയായിരിക്കില്ല. അസുഖം ഏതാണ്ട് വല്ലാതെ മൂർച്ഛിച്ച അവസ്ഥയിലുണ്ടാവുക. ഡോക്ടർ, എത്തരത്തിലാണ് ചികിത്സ ക്രമീകരിക്കുക? ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ ഈ പറഞ്ഞോണം ജോയിൻസിൽ വരുന്ന പുകച്ചിൽ അല്ലെങ്കിൽ മൈനർ ജോയിൻസിൽ ചെറിയ കൈയുടെയും കാലിൻ്റെ ചെറിയ ജോയിൻസിൽ വരുന്ന പുകച്ചിൽ, വേദന ചിലപ്പോൾ വന്നിട്ട് പിന്നെ മാറും, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് പരത്തുന്ന മരുന്നുകളും അതുപോലെ തൈലം കൊണ്ട് ചെയ്യുന്ന എക്സ്റ്റേണലായിട്ട് തൈലങ്ങൾ പരത്താം. അതുപോലെ ഓറലി കഴിക്കാനായിട്ട് കഷായങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ പിന്നെ ആഹാര നിയന്ത്രണവും അതുപോലെ നമ്മുടെ ചര്യകളിൽ വരുന്ന ചേഞ്ചസും ഒക്കെ കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ കൂടുതലായിട്ട് പോകുമ്പോൾ ഈ അത് പലപ്പോഴും ഈ സ്രോതോരോധത്തെയും അതുപോലെ തന്നെ സ്രോതസ്സിന് വരുന്ന വികാസത്തെ അല്ലെങ്കിൽ സ്ഥൂലതയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ രക്തദുഷ്ടിയെ കൂടുതൽ കൊണ്ടുവന്നിട്ട് അവിടെ പുകച്ചിലും അതുപോലെ പഴുപ്പ്, പൊട്ടൽ ഇങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ മാറും. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ആ ഊണ്ടിനെ ഹീൽ ചെയ്യുന്ന രീതിയിലുള്ള അതുപോലെ പുകച്ചിലിനെ ഇതൊക്കെ മാറ്റുന്ന രീതിയിലുള്ള ശീതളങ്ങളായിട്ടുള്ള ദശമൂലം കഷായമൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ദശമൂലം ചേർത്തുണ്ടാകുന്ന പാല് കൊണ്ടുള്ള സേകം അല്ലെങ്കിൽ ധാരയായിട്ട് ഒഴിക്കുക. പിണ്ണതൈലം പോലുള്ള തൈലങ്ങൾ എക്സ്റ്റേണലായിട്ട് പുരട്ടാനായിട്ട് യൂസ് ചെയ്യാം. ദശമൂല ക്ഷീരധാര അതുപോലെ തക്രധാര പോലുള്ള ഔഷധങ്ങളിട്ട് സംസ്കരിച്ചുണ്ടാക്കുന്ന ഇതാണ്. അത് ചേർത്തിട്ട് ചെയ്യുന്ന ധാര പ്രയോഗങ്ങൾ അതൊക്കെ അതിന് ഏറ്റവും ഈ പുകച്ചിലിനെയും വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ എക്സ്റ്റേണലായിട്ട് പരത്തുന്ന ഔഷധങ്ങളെ പോലെ തന്നെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഘൃതങ്ങൾ, നെയ്യ്, ഇതിനെ ഹീലിംഗ് പവറോട് കൂടിയ ഗുൽഗുലു, തിക്ത, ഘൃതം മുതലായിട്ടുള്ള നെയ്യുകൾ അകത്തേക്ക് സേവിപ്പിക്കാനായിട്ട് കൊടുക്കുന്നു. അതിന് ഏറ്റവും ഹീലിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഊണ്ടൊക്കെ വരുന്ന അവസ്ഥയിൽ ഗുൽഗുലു തിക്തം കഷായം അല്ലെങ്കിൽ മഞ്ചിഷ്ടാദി കഷായം മുതലായിട്ടുള്ള കഷായങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പഥ്യനിഷ്ഠയോട് കൂടിയുള്ള ഹൃദ സേവയൊക്കെ നമ്മൾ അനുശാസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം അതാത് സ്റ്റേജസിനനുസരിച്ച് ആഹാര ക്രമീകരണവും അതുപോലെ ഇത്തരത്തിലുള്ള ചികിത്സയും കൃത്യമായിട്ടുള്ള പഥ്യനിഷ്ഠയോടുള്ള ഔഷധ സേവ കൊണ്ടൊക്കെയാണ് അതിൻ്റെ ഉത്ഥാനം അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറിയാലുള്ള അതിനുള്ള ചികിത്സ ഫലപ്രദമാവുക. മാം, നമുക്ക് മലപ്പുറത്ത് നിന്ന് അഫ്സത്ത് എന്ന പ്രേക്ഷകയുണ്ട്. മാം, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ,
സംസാരിച്ചോളൂ. ഞാൻ അപ്സത്താണ് മലപ്പുറം പള്ളിപ്പുറത്തുനിന്ന്. എനിക്ക് ഇപ്പൊ ആകെ വേദനയാണ്. അതെ, പറയൂ. ആകെ വേദനയാണ്. ഹലോ, ആകെ വേദനയാണ്. അതോ കയ്യിലും എല്ലാ സന്ധികളിലും വേദനയാണോ? സന്ധികളിൽ വേദന. പുകച്ചിലോ നീരോ അങ്ങനെ ഉണ്ടാവും? ചിലപ്പോ ചുവപ്പ് നീരൊക്കെ വരും, ചുവപ്പായിട്ട് നീരൊക്കെ വരും. എന്ത് പ്രായമുണ്ട്? എനിക്കിപ്പോ പ്രായം എന്തുണ്ട്? 49. എത്ര നാളായി ഇങ്ങനെ വേദനയായിട്ട്? ഒരു 3-4 വർഷമായി. അത് ബ്ലഡ് ടെസ്റ്റുകൾ വല്ലതും നോക്കിയിട്ടുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറയുന്നില്ല. RF ഒക്കെ ഉണ്ട്, കുറയണില്ല. അതിന്റെ RF ഫാക്ടർ കൂടുതലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കൂടുതലുണ്ട്. ISRഉം ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും ഈ നീരും വേദനയൊക്കെ ആവുമ്പോഴേ. ഹലോ ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് കഷായം കഴിക്കാനായിട്ടേ കുറച്ച് കൂടുതൽ നാളായിട്ട് ഇതുള്ളതുകൊണ്ട് വാദത്തിന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് രാസ്നേരണ്ടാതി കഷായവും ഗുൽഗുലുയുക്തവും കഷായം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അത് 20 ml 80 ml വെള്ളം ഒഴിക്കാം. കാലത്തും വൈകിട്ടും കഴിക്കാം. പിന്നെ അപ്പൊ ആ കഷായം കഴിക്കുമ്പോൾ മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. അപ്പം ദേഹാസകലം വേദന ചെയ്തുകൊണ്ട് ചിഞ്ചാതി കുഴമ്പ് വാങ്ങിക്കാം. ചിഞ്ചാതി കുഴമ്പ്, അതുപോലെ കൊട്ടൻ ചുക്കാതി കുഴമ്പ്, അത് രണ്ടും കൂടെ ചൂടാക്കിയിട്ട് ദേഹത്തൊക്കെ പുരട്ടാം. അത് ഒരു അരമണിക്കൂർ ഇരുന്നതിന് ശേഷം ആവി പിടിക്കാനായിട്ട് എരിക്കല, ആവണക്കല, മുരിങ്ങയുടെ തൊലി ഇത് ചതച്ചിട്ട് ഇച്ചിരി ഉപ്പിട്ട് വെന്ത വെള്ളം കൊണ്ട് തുണി മുക്കി ആവി പിടിക്കാം. തല കുളിക്കൽ കുറയ്ക്കാം. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ തല കുളിച്ചാൽ മതി. അത് ചെറിയ തണുപ്പ് മാറ്റിയ വെള്ളത്തിൽ കുളിക്കാം. അസ്നേലാതി വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഈ കുഴമ്പും ഈ ആവി പിടുത്തവും ആഹാരത്തിലുള്ള ക്രമീകരണം കൊണ്ടുവരണം. തണുപ്പുള്ളതും കഴിക്കാൻ പാടില്ല. 3 ആഴ്ച കഴിച്ചിട്ട് അറിയിക്കുക കേട്ടോ. മാം വിളിച്ചതിന് നന്ദി. ഞാൻ മരിയ മാമിനോട് ചോദിക്കുകയാണ്. മാം, ഇപ്പോൾ ആഹാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ റെഡ് മീറ്റ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മാം, എങ്ങനെയാണ് ആഹാരവിഹാരങ്ങൾ ഈ അസുഖവുമായി ബന്ധപ്പെട്ട്? ഈ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ അസുഖം ഇത്രയ്ക്കും പോപ്പുലർ ആയിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറി വരുന്ന ജീവിത രീതികൾ കാരണം ഇതിപ്പോൾ ഒരു സർവ്വസാധാരണമായി എല്ലാവരിലും കാണുന്ന ഒരു അസുഖമായി മാറിയേക്കുവാണ്. അതിന് ഇപ്പോൾ ഏറ്റവും ഇതിൻ്റെ കാരണങ്ങൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ബിരുദാഹാരം, അതിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാറി വരുന്ന ആരോഗ്യകരമല്ലാത്ത ജീവിത രീതികൾ, അതായത് നമുക്ക് വ്യായാമം ഇല്ലാതിരിക്കുന്ന അവസ്ഥയും വ്യായാമം കൂടുതലായിട്ടുള്ള അവസ്ഥയൊക്കെ ഇതിന് രക്തം ദുഷിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയാം. അതിൽ നമ്മൾ വ്യായാമം തീരെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പൊണ്ണത്തടി മുതലായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാം. അവരിൽ ദഹനശേഷി കുറയുകയും അതുപോലെ തന്നെ രക്തദുഷ്ടി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊണ്ണത്തടി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ മാക്സിമം വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പുകവലി, മദ്യപാനം ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതിൽ പുകവലിക്കുന്നവരാണെങ്കിൽ നിക്കോട്ടിൻ എന്ന് പറയുന്നത് അത് നമ്മുടെ രക്തത്തിൽ കലർന്നത് വിഷം ഉണ്ടാക്കുകയാണ്. അങ്ങനെ അതുവഴിയായിട്ട് രക്തദുഷ്ടി ഉണ്ടാക്കുന്നു. ഇതുപോലെയുള്ള ഗൗട്ട് പോലെയുള്ള അവസ്ഥകളിലേക്ക് അത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം തന്നെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഉൾച്ചൂട് അല്ലെങ്കിൽ ബോഡി ഹീറ്റ് വർദ്ധിക്കുന്ന രീതിയിലുള്ള ഫുഡുകളായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ളത്, കോഴിയിറച്ചി, മസാലകൾ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം തന്നെ ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഈ പ്യൂരിനാണ് പിന്നീട് അത് യൂറിക് ആസിഡായിട്ട് മാറുന്നത്. അതുള്ള ഫുഡുകൾ എന്ന് പറയുന്നത് നമുക്ക് ചെമ്മീൻ, സ്രാവ്, ഇറച്ചികൾ, അതുപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ബീൻസ്, തക്കാളി, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഇതിലൊക്കെ ഇങ്ങനെ പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിവതും നിയന്ത്രണത്തിലാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ അതുപോലെ പാല് നമുക്കധികം പ്യൂരിൻ അധികം അടങ്ങിയിട്ടില്ലാത്ത ഒരു ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വേണമെങ്കിൽ കഴിക്കാം. അത് നമുക്ക് അതിൻ്റെ നമ്മളിത് ചെയ്തിട്ടുള്ള യോഗട്ട് അല്ലെങ്കിൽ തൈര്, മോര്, ചീസ് അതിലൊക്കെ പ്യൂരിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ അതും നിയന്ത്രണത്തിലാക്കി പാല് കുടിക്കാവുന്നതാണ്. ഓക്കെ മാം, നമുക്ക് പാലക്കാട് നിന്ന് ശൈലന്ദ്രി എന്ന പ്രേക്ഷകരുടെ കോൾ ഉണ്ട്. മാം സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ.
ഹലോ മാഡം. ഞാന് പാലക്കാട്ടിൽ നിന്നാ വിളിക്കുന്നത്. എനിക്ക് കാലുവേദന, കാലുവേദന, മുട്ടുവേദന എനിക്ക് കുറച്ച് കാലങ്ങളായി. ഞാൻ എന്തൊക്കെയോ ട്രൈ ചെയ്തു, കുറെ അലോപ്പതി മെഡിസിൻ ഒക്കെ കഴിച്ചു, ആയുർവേദത്തിലൊന്നും ഞാൻ ട്രൈ ചെയ്തു. എന്നിട്ട് എനിക്ക് ഒരു വ്യത്യാസം കാണുന്നില്ല. മുട്ടൊക്കെ ഭയങ്കര വേദനയുണ്ട്, വീക്കമുണ്ട്. ഹലോ, എന്ത് പ്രായമുണ്ട്? 69. ഏജ് എത്ര? ഏജ് 69. മുട്ടിനെ മുട്ടിന് ഇടയ്ക്ക് ചിലപ്പോ ചെറുതായിട്ട് തേയ്മാനൊക്കെ വന്നാലും ഇങ്ങനെ മുട്ടിന് വേദനയും നീരും ഒക്കെ വരും. വല്ല കുഴമ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഞാനത് കോട്ടഞ്ചുക്കാടി, പിന്നെ കർപ്പൂരാതി തൈലം അതൊക്കെ ഇട്ടിട്ടാണ് ചുടുവെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ചെയ്യണു. അപ്പൊ കാലിന്റെ മുട്ടില് കൊട്ടൻ ചുക്കാതി ചൂർണം വാങ്ങിക്ക, പൊടി. എന്നിട്ടത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അരിക്കാടിയിൽ കുറുക്കി വേവിച്ച് നന്നായിട്ട് വേവിക്കണം. പേസ്റ്റ് ആക്കിയിട്ട് മുട്ടിൽ കെട്ടി വെക്കാം. ഇന്ന് കെട്ടിയത് തന്നെ നാളെ ഒന്ന് ചൂടാക്കി കെട്ടാൻ വേണമെങ്കിൽ. പിന്നെ കാലില് നീര് പോവാനായിട്ടേ പുളിയുടെ ഇല, അതുപോലെ മുരിങ്ങയിലയും എരിക്കിന്റെ ഇല, ഉണക്കയിലൊക്കെ ഇട്ട് വെന്ത വെള്ളം കൊണ്ട് മുട്ടിന്റെ അവിടുന്ന് ചെറു ചൂടിൽ ധാര പോലെ കോരി ഒഴിക്കാം. പിന്നെ കഷായം കഴിക്കാനായിട്ട് രാസ്ന സപ്തകം കഷായം വാങ്ങിക്കാം. അതുപോലെ കോകിലാക്ഷം കഷായം കൂടെ മിക്സ് ആക്കി വെച്ചിട്ട് 20 ml 80 ml വെള്ളം ഒഴിച്ച് 2 നേരം കഴിക്കാം. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, നമുക്ക് സമയം അവസാനിക്കുകയാണ്. അവസാനമായിട്ട് എന്താണ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ് നിർദ്ദേശങ്ങൾ നൽകാനുള്ളത്? ഇത്തരത്തിലുള്ള ഒരു ഗൗട്ടി ആർത്രൈറ്റിസും അതുപോലെ അസ്ഥിസന്ധികളിൽ വരുന്ന വേദന, ആർത്രൈറ്റിക് ചേഞ്ചസ് ഇന്നൊരു നിത്യസംഭവമാണ്. ഇപ്പൊ കോളുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം ആ ഒരു ഏജ് ഗ്രൂപ്പിന്റെ പ്രത്യേകതകൾ. മറ്റേന്ന് പറഞ്ഞാൽ ഒരു 60-65 പ്ലസ്സുകാർക്കായിരിക്കും ഇത്തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളുമായിട്ട് വിളിക്കുക. പക്ഷെ 42 അല്ലെങ്കിൽ നേരത്തെ ഏജസിൽ തന്നെ ഇത്തരത്തിലുള്ള വേദനകളും പ്രയാസമുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസും അതിനോടനുബന്ധമായിട്ട് വരുന്ന രോഗാവസ്ഥകളുമാണ് അതിനൊരു കാരണം, പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ആഹാരവിഹാരങ്ങളിൽ കൂടെയും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും അതുപോലെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് മുൻഗണന. ജോലി അല്ലെങ്കിൽ സമ്പത്ത്, ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചെറിയ ചെറിയ രോഗാവസ്ഥകളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അതിൻ്റെ ഏർലി സ്റ്റേജസിൽ നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും അധികം ക്ലേശങ്ങളില്ലാതെ മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പം ഹെൽത്തിന് എപ്പോഴും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആരോഗ്യം തന്നെയാണ് എല്ലാത്തിനേക്കാളും പ്രധാനമായിട്ടുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.